നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം. 2008 മുതലാണ് ലോക ക്യാൻസർ ദിനമായി ആചരിക്കുന്നത്. ക്യാൻസറിനെ കുറിച്ചുള്ള അവബോധമാണ് ഈ ഒരു ദിനത്തിൻ്റെ ലക്ഷ്യം. ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നതും ഇങ്ങനെ സമാനമായൊരു വിഷയത്തെക്കുറിച്ചാണ്, കുട്ടികളിലെ ക്യാൻസറിനെ കുറിച്ച്. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് മഞ്ചേരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് വിഭാഗം മേധാവിയായ ഡോക്ടർ VT അജിത് കുമാർ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ ക്യാൻസർ ദിനം അല്ലെങ്കിൽ വേൾഡ് ക്യാൻസർ ഡേ എന്നുകൊണ്ട് ഈ ഒരു ഇതിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ തീം എന്താണ്? ഈ 2016 തൊട്ട് 2018 വരെ നമ്മൾ ഒരേ തീം തന്നെയാണ്. ഐ ക്യാൻ വി ക്യാൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരുമിച്ച് ക്യാൻസറിനെ നേരിടാം, ഒരുമിച്ച് ക്യാൻസറിനെ നമുക്ക് തോൽപ്പിക്കാം, ക്യാൻസർ ഇല്ലായ്മ ഒരുമിച്ച് ചെയ്യാം. ഒരു സമൂഹം ഒരുമിച്ച് നിന്നാലേ ക്യാൻസർ രോഗത്തിന് വിജയിക്കാൻ അതിൻ്റെ മുകളിൽ വിജയം നേടാൻ പറ്റുള്ളൂ. ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഡോക്ടറോ അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റോ അല്ലെങ്കിൽ അവരെ കുടുംബം മാത്രമല്ല, സമൂഹം മൊത്തം ഒരുമിച്ച് വന്നാലേ അവർക്ക് ക്യാൻസറിനെ നേരിടാൻ പറ്റുള്ളൂ. ദിനം ആചരിക്കുന്നതുകൊണ്ട് എന്തൊക്കെ? അപ്പോൾ ഇതിന് പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് ബോധവൽക്കരണമാണ്. എന്നാൽ എസ്പെഷ്യലി കുട്ടികളിലെ ക്യാൻസർ. പൊതുവെ ക്യാൻസർ എന്ന് പറയുമ്പോൾ ഒരു ഭയം ഉണ്ടാക്കുന്നതാണ് അല്ലേ. അപ്പോൾ കുട്ടികളിലെ ക്യാൻസർ എന്ന് പറഞ്ഞാൽ അത് ഒരു ഫാമിലിനെ മൊത്തം ബാധിക്കുന്നതാണ്. അവരെ വലിയൊരു സ്ട്രെസ്സാണ് അവർക്കുള്ളത്. അപ്പോൾ കുട്ടികളിൽ വരുന്ന ക്യാൻസർ പലപ്പോഴും ആൾക്കാരുടെ ഇടയിൽ മിഥ്യധാരണകളുണ്ട്, ക്യാൻസർ മാറുമോ ഇല്ലയോ എന്ന്. പക്ഷേ കുട്ടികളിൽ 90% കുട്ടികളിൽ വരുന്ന ക്യാൻസറുകൾ പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റാവുന്നതാണ്, പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. അതാണ് ഈ വേൾഡ് ക്യാൻസർ ഡേൻ്റെ സന്ദേശം. കുട്ടികളിലെ ക്യാൻസർ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ കുട്ടികളിലെ വരുന്ന ക്യാൻസർ നല്ല ചികിത്സയിലുണ്ട്, ഇപ്പോൾ ചികിത്സിച്ച് മാറാൻ സാധിക്കാവുന്നതാണ്. എത്രത്തോളം ശതമാനം കുട്ടികളിലാണ് ഇങ്ങനെ രോഗം ഉണ്ടാകുന്നത്? ഇപ്പോൾ നമ്മൾ ലോകത്ത് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഓരോ കൊല്ലവും ഒരു 1.5 ലക്ഷം കുട്ടികളിൽ പുതുതായി ക്യാൻസർ കണ്ടുപിടിക്കപ്പെടുന്നു പുതുതായിട്ട്. അപ്പം അതിൽ തന്നെ ഒരു 80% കുട്ടികളും നമ്മൾ വികസിത രാജ്യങ്ങളിലാണ്, ഡെവലപ്പിംഗ് കൺട്രീസിലാണ്. ഇന്ത്യയിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ഒരു 40,000-50,000 കുട്ടികൾ എല്ലാ കൊല്ലവും പുതിയ ക്യാൻസറുകളായിട്ട് പുതിയ ഡയഗ്നോസിസ് ക്യാൻസറായിട്ട് അവരെ കണ്ടുപിടിക്കപ്പെടുന്നു, പുതിയ ക്യാൻസർ. അപ്പോൾ ഇതിൽ ദുഃഖകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ 70% കുട്ടികളിലും കറക്റ്റായിട്ടുള്ള ചികിത്സ പൂർത്തീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. 30% കുട്ടികൾ മാത്രമേ ചികിത്സ പൂർത്തീകരിക്കുള്ളൂ ഇന്ത്യയിൽ തന്നെ. അപ്പോൾ ഈ സന്ദേശമാണ് ഞാൻ തന്നെ, കുട്ടികളിലെ ക്യാൻസർ പൂർണ്ണമായിട്ട് മാറാൻ പറ്റാവുന്നതാണ്, അപ്പോൾ കറക്റ്റായിട്ട് ചികിത്സ എടുക്കേണ്ടതാണ്. ഒരു കോൾ ഉണ്ട് ഡോക്ടർ. നമുക്ക് ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഡോക്ടറോട് ചോദിച്ചോളൂ. ചോദിച്ചോളൂ. നമസ്കാരം. സാറേ, ഇത് രോഗത്തിന്റെ ലക്ഷണം കാര്യങ്ങളായിട്ട് ഫസ്റ്റിൽ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? കുട്ടികളിലെ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളിൽ നമ്മൾ പലപ്പോഴും കുട്ടികളിൽ കാണുന്ന ക്യാൻസറിൽ നിന്ന് ഏറ്റവും കൂടുതൽ കാണുന്നത് ബ്ലഡ് ക്യാൻസറാണ്, പിന്നെ കാണുന്നത് ബ്രെയിൻ ക്യാൻസറാണ്, പിന്നെ കഴലകളെ ബാധിക്കുന്ന ക്യാൻസറുകളാണ്. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾക്ക് തന്നെ വിട്ടുമാറാത്ത പനി, പിന്നെ വിളർച്ച, കൂടി വരുന്ന വിളർച്ച, രക്തക്കുറവ്, പിന്നെ നീലപ്പാടുകൾ, പിന്നെ കഴല വീർത്ത് വരിക, പിന്നെ മുഴകൾ, പല സ്ഥലത്തും മുഴകൾ, പിന്നെ വയറ് വീർക്കുക, അപ്പോൾ പ്ലീഹയും കരളൊക്കെ പിന്നെ വീങ്ങി വരിക, അപ്പോൾ വയറ് വീർത്ത് വരിക, പിന്നെ സന്ധിവേദന. പക്ഷേ ഇതെല്ലാതും ഒരുമിച്ച് വന്നാലേ ഒരു ലക്ഷണങ്ങളാവുള്ളൂ. അല്ല ഓരോരുത്തർ ഇപ്പോൾ കഴല വീക്കം നോക്കുകയാണെങ്കിൽ നമുക്ക് 4 വയസ്സും 8 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ സാധാരണ കാണുന്നതാണ്. അപ്പം അത് വെച്ചിട്ട് എല്ലാ കഴല വീക്കവും ക്യാൻസർ അല്ല. ഡോക്ടർ, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കുട്ടികളിൽ ക്യാൻസർ ഉണ്ടാകുന്നത്? ഇപ്പോൾ ക്യാൻസർ കുട്ടികളിൽ പിന്നെ വലിയ മുതിർന്ന ആൾക്കാരിൽ വരുന്ന ക്യാൻസറിൻ്റെ അപേക്ഷിച്ചിട്ട്, പക്ഷേ മുതിർന്ന ആൾക്കാരിൽ നമുക്കറിയാം സിഗരറ്റ് സ്മോക്കിംഗ് ലങ് ക്യാൻസർ ഉണ്ടാക്കുന്നു. പക്ഷേ അതുപോലെ നമുക്ക് കുട്ടികളിൽ വരുന്ന ക്യാൻസർ അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന കാരണം കൊണ്ടാണ് ക്യാൻസർ ഉണ്ടാകുന്നതെന്ന് തെളിയിക്കപ്പെട്ടില്ല, ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. പക്ഷേ പല വൈറസുകളും, ഇപ്പോൾ എപ്സ്റ്റീൻ ബയർ വൈറസ് രോഗം,
പിന്നെ ചില ജനിതക അസുഖങ്ങൾ, ഇപ്പോൾ ഡൗൺ സിൻഡ്രോം, പിന്നെ ചില റേഡിയേഷൻസ്. അപ്പോൾ ഇതൊക്കെ ക്യാൻസറിലേക്ക് ലീഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി പിന്നെ ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് ഇങ്ങനെയുള്ള കുട്ടികളിൽ, ഇപ്പോൾ ചില സിൻഡ്രോംസ് ഒക്കെ. ഈ ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികളിൽ സാധ്യത കൂടുന്നു പറയുന്നത് അവർക്ക് പല അസുഖങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതെ അതെ, ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികളിൽ പിന്നെ ക്യാൻസറിൻ്റെ പ്രവണത കൂടുതലാണ്. പക്ഷെ അത് നമ്മൾക്ക് സ്ക്രീനിങ് ചെയ്യേണ്ടി വരും, ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടി. എന്തൊക്കെ ടെസ്റ്റുകൾ അല്ലെങ്കിൽ ഡയഗ്നോസിസ് എങ്ങനെയൊക്കെയാണ് കുട്ടികളിലെ ക്യാൻസറിനുള്ളത്? ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ കുട്ടികളിലെ ലക്ഷണം കാണുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ വിട്ടുമാറാത്ത പനി, കഴല് വീക്കം, പിന്നെ തുടർച്ചയായിട്ടുള്ള പിന്നെ സന്ധിവേദന, കാലുകൾക്ക് വേദന, പിന്നെ നീലപ്പാടുകൾ, രക്തസ്രാവം, നല്ല മൂക്കുന്ന വായുന്നൊക്കെ രക്തം വരിക, പിന്നെ നീലപ്പാടുകൾ, രക്തം പൊടിയുക, തൊലിയിലൊക്കെ രക്തം പൊടിയുക, പിന്നെ വയറ് വീർക്കുക, അപ്പോൾ പിന്നെ കുട്ടി ക്ഷീണിതനാവുക. അപ്പോൾ ഇതൊക്കെ കാണുകയാണെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ ടെസ്റ്റുകൾ ഇവിടെ ലഭ്യമാണ്, നമ്മൾ മെഡിക്കൽ കോളേജിലൊക്കെ ലഭ്യമാണ്. എന്നാൽ ഒരു സ്മിയർ CBC എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് വഴി പിന്നെ അതിൽ സൂചനകൾ കിട്ടും. പിന്നെ അതുകൂടാതെ പിന്നെ പെരിഫറൽ സ്മിയർ എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്, പിന്നെ മജ്ജ ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം, പിന്നെ അതുകൂടാതെ ചില ബയോപ്സികൾ, ചില സ്ഥലത്ത് മുഴകളിൽ നിന്ന് ബയോപ്സികൾ എടുക്കാം, പിന്നെ സ്കാനിങ് സൗകര്യങ്ങൾ. ഇതെല്ലാം കൂടിയിട്ടാണ് സമഗ്രമായിട്ടുള്ള നമ്മൾ ഒരു ടെസ്റ്റുകൾ പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് രോഗം നിർണ്ണയിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ആധുനികമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ട്. കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ സാബു, എന്റെ പേര് സാബു കൊട്ടോട്ടിന്നാണ്. ഞാൻ മലപ്പുറത്ത് നിന്നാണ് സംസാരിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഇപ്പോ പഴയ അപേക്ഷിച്ചിട്ട് ഇപ്പൊ കുട്ടികളുടെ ക്യാൻസറിന്റെ ഒരു എണ്ണം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ എന്തിനെയാണ് പേടിക്കേണ്ടത്, എന്ത് കാരണത്താലാണ് അത് ഉണ്ടാകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നൊന്ന് വിശദീകരിക്കാം. നമസ്കാരം. അപ്പോൾ ഇത് വിളിച്ചത് നന്ദി. ഇത് കുട്ടികളിൽ പഠനങ്ങൾ തെളിയിച്ച് കഴിഞ്ഞു തന്നെ കുട്ടികളിൽ ക്യാൻസർ കൂടി വരുന്നുണ്ട്. ക്യാൻസറിൻ്റെ നിങ്ങൾ പറഞ്ഞ പോലെ. പക്ഷേ ഇത് ഒന്നുകിൽ നമ്മളുടെ നൂതനമായ പിന്നെ സാങ്കേതിക വിദ്യ കൊണ്ട് നമ്മൾ കൂടുതൽ കണ്ടെത്തിപ്പെടുന്നു. പക്ഷെ അതുകൂടാതെ അല്ലെങ്കിൽ തന്നെ നമ്മൾ കൂടുതൽ പ്രവണത കാണുന്നുണ്ട് കുട്ടികളിൽ ക്യാൻസറിൻ്റെ. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ക്യാൻസർ വരുന്നത് എന്ന് ശാസ്ത്രീയമായിട്ട് ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു കാരണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഈ ക്യാൻസർ വരുന്നതെന്ന് പൂർണ്ണമായിട്ട് തെളിയിക്കപ്പെട്ടില്ല. പക്ഷേ ഏറ്റവും നമുക്ക് സന്തോഷം തരുന്നൊരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികളിൽ വരുന്ന ക്യാൻസർ പൂർണ്ണമായിട്ടും മാറ്റാൻ സാധിക്കുന്നതാണ്. 90% ക്യാൻസറുകളും പൂർണ്ണമായിട്ടും മാറ്റാൻ സാധിക്കുന്നതാണ്. അതാണ് ഏറ്റവും. ക്യാൻസർ രോഗങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കുന്നതായിട്ട് കാണുന്നില്ല. അത് തെറ്റായ നിങ്ങളുടെ ധാരണയാണ്. അതാണ് ആ ധാരണ മാറ്റാനും കൂടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എന്നാൽ ലുക്കീമിയ, ബ്ലഡ് ക്യാൻസർ, കുട്ടികളിൽ വരുന്ന ബ്ലഡ് ക്യാൻസറൊക്കെ ഒരു 80 to 90% കുട്ടികളിൽ മാറുന്നതാണ്. നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ കുട്ടികളുടെ വിഭാഗത്തിൽ തന്നെ എത്രയോ കുട്ടികൾ നമുക്ക് അതിൻ്റെ മാറിയ കുട്ടികളുടെ കൂട്ടായ്മ തന്നെയുണ്ട്. അപ്പോൾ ഇത് എല്ലാ മെയ് ദിനത്തിൽ ഞങ്ങൾ ഒരു കൂട്ടായ്മ ഉണ്ടാവാറുണ്ട് ഞങ്ങൾക്ക് മാറിയ കുട്ടികളുടെ. ഈ ന്യൂ വേൾഡ് ഓർഡറിന്റെ ഭാഗമായിട്ട് വരുന്ന ഈ ഡീപോപ്പുലേഷന്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന ഈ വാക്സിനിലും കണക്ട് ചെയ്യാൻ പറ്റുമോ? അത് തെറ്റായ നിങ്ങളെ ധാരണയാണ്. ഒരിക്കലും വാക്സിനുകൾ ഡീപോപ്പുലേഷന്റെ ഭാഗമല്ല. വാക്സിനേഷൻ അവര് തന്നെയാണ് സാർ അത് വിതരണം ചെയ്യുന്നത്. അതുകൊണ്ടാണ്. അല്ലല്ല, പ്രതിരോധ കുത്തിവയ്പ്പുകൾ കുട്ടികളുടെ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പല രോഗങ്ങൾ വരാതിരിക്കാനാണ് വേണ്ടിയാണ്. അത് അവര് AIF റിപ്പോർട്ട് എടുക്കാതെയാണ് എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്നത്. അതുകൊണ്ടാണ്. അല്ല, നിങ്ങൾ പറയുന്ന പോലെ നമുക്ക് പോളിയോ നിങ്ങളിപ്പോൾ ഏതെങ്കിലും കുട്ടികൾ കാണുന്നുണ്ടോ? ഇപ്പോൾ പോളിയോ ഞാനൊക്കെ പോളിയോ വരുന്നില്ല. പക്ഷെ ഒരു പ്രതിരോധ വാക്സിൻ കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് പ്രതിരോധ ശേഷി ഇല്ലാത്ത കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റില്ല. അത് ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാതെ തന്നെ കൊടുക്കുന്നത്. അല്ല, നമ്മൾ പ്രതിരോധ ശേഷി ഇല്ലാത്ത കുട്ടികൾ നമുക്ക് നേരത്തെ അറിയാം. ഇപ്പോൾ ക്യാൻസർ രോഗ ചികിത്സയിലുള്ള കുട്ടികൾ, കീമോതെറാപ്പി ഉള്ള കുട്ടികൾ, അങ്ങനെ പല കുട്ടികളുണ്ട്. രോഗ ചികിത്സയിലുള്ള കുട്ടികളുടെ പ്രതിരോധ ശക്തി കുറവുള്ള കുട്ടികളുണ്ട്. പക്ഷെ അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് നമ്മൾ ഈ പൾസ് പോളിയോ ഒക്കെ കൊടുക്കുന്നത്. പക്ഷേ ഈ പോളിയോയുടെ ഈ പൾസ് പോളിയോ കാരണം തന്നെയാണ് നമ്മൾ ഈ മുന്നോട്ട് വന്നത്. ഇപ്പോൾ 3-4 കൊല്ലമായി ഇപ്പോൾ ഒരു പുതിയ പോളിയോ പോലും നമ്മൾ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ എവിടെ പോലും ഇപ്പോൾ പുതിയ കാണുന്നില്ല. അപ്പോൾ നമ്മൾ നിർമ്മാർജ്ജനം ചെയ്ത് കഴിഞ്ഞു പോളിയോ. അതിൻ്റെ ഏറ്റവും ഇത് പൾസ് പോളിയോ വഴി തന്നെയല്ലേ. അതിപ്പോൾ ഞാനിപ്പോൾ വിഷയം വേറെ ആയി മാറും, ക്യാൻസറും. അപ്പോൾ ഇതിന് പിന്നെ
എല്ലാവരും കുത്തിവയ്പ്പ് എടുക്കണം. എന്നാൽ പ്രതിരോധ കുത്തിവയ്പ്പ് കൊണ്ട് തന്നെ ക്യാൻസർ ഇല്ലായ്മ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ, അത് ഹലോ സാർ പറഞ്ഞോളൂ. ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ കൊണ്ട് നമുക്ക് കരൾ ക്യാൻസർ, ലിവറിൽ വരാതിരിക്കാനുള്ള ക്യാൻസർ ഉണ്ട്. അപ്പോൾ ആ വാക്സിൻ പോലും ക്യാൻസറിൻ്റെ എതിരായിട്ടുള്ള വാക്സിനാണ് ശരിക്കും. അപ്പോൾ പിന്നെ അതുകൂടുതൽ HPV വാക്സിൻ ഉണ്ട്. ഇപ്പോൾ ഗർഭാശയകളെ ക്യാൻസർ, അപ്പോൾ അതൊക്കെ നമ്മൾ HPV വാക്സിൻ വളരെ ഫലപ്രദമാണ്. അതൊക്കെ ഗർഭാശയകളെ ക്യാൻസറിനൊക്കെ മാറ്റാൻ പറ്റാം. സെർവിക്കൽ ക്യാൻസർ അതിൻ്റെ പേര്. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ മുതിർന്നവരിലുണ്ടാകുന്ന ക്യാൻസറും കുട്ടികളുണ്ടാകുന്ന ക്യാൻസറും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ ഞാൻ പറയാനുള്ളത്, നല്ല മുതിർന്നവരിലെ ക്യാൻസറിനായിട്ടും കൂടുതൽ ചികിത്സിച്ച് മാറാൻ സാധിക്കുന്ന, പൂർണ്ണമായിട്ടും ആരോഗ്യമായിട്ടുള്ളൊരു കുട്ടിയായിട്ട് പിന്നെ മാറാൻ സാധിക്കുന്നത്, പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറാൻ സാധിക്കുന്നത് കുട്ടികളിലെ ക്യാൻസർ തന്നെയാണ്. പിന്നെ എത്രയോ കുട്ടികൾ നമുക്ക് ഇവിടുന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറ്റിയിട്ടുണ്ട്. അവരെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൂട്ടായ്മ തന്നെയുണ്ട്. അപ്പോൾ കുട്ടികൾ വരുന്ന പല ക്യാൻസറുകളും വ്യത്യാസമുണ്ട്. അപ്പോൾ കുട്ടികൾ കൂടുതൽ കാണുന്നത് ബ്ലഡ് ക്യാൻസറാണ്, പിന്നെ ബ്രെയിൻ ട്യൂമേഴ്സാണ്, പിന്നെ കഴലുകളെ ബാധിക്കുന്ന ക്യാൻസറാണ്. പക്ഷേ പിന്നെ വലിയ ആൾക്കാരിൽ കൂടുതൽ ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ, സെർവിക്കൽ ക്യാൻസർ, പിന്നെ ബ്ലാങ്ക് ക്യാൻസറൊക്കെയാണ്. പക്ഷേ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് രണ്ടിലും വ്യത്യാസം തന്നെ ചികിത്സിച്ച് മാറാൻ സാധിക്കാവുന്നതാണ്. ബ്രേക്ക് എടുത്തിട്ട് വരാം. ഓക്കെ. ഡോക്ടർ ലൈവിൽ ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഈ ക്യാൻസറുള്ള കുട്ടികളോട് സമൂഹത്തിൻ്റെ മനോഭാവം എന്താണ്? ഒരു സിമ്പതിയാണ് എല്ലാവർക്കും. ഇപ്പോൾ ക്യാൻസർ, ഞാൻ പറയുന്നത് ക്യാൻസർ ഒരു രോഗലക്ഷണം കണ്ടു കഴിഞ്ഞാൽ, ക്യാൻസർ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആഘാതം ഉണ്ടാകുന്നത് അവരുടെ പാരൻസിനാണ്. പിന്നെ അത് ഏറ്റവും നമ്മൾ പൊതുവേ കാണുന്നത് ക്യാൻസർ ഒരു വലിയൊരു ഭയം ഉണ്ടാക്കുന്നത്. എന്നാൽ പിന്നെ പല തെറ്റായ ധാരണകളാണ്. ഇപ്പോൾ കുട്ടികൾക്ക് ഇത് ക്യാൻസർ മാറാൻ പറ്റുമോ, മാറാത്ത അസുഖമാണെന്നല്ലോ. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയൊരു ഭയം തന്നെ. അപ്പോൾ അവർ പല ഇതര ചികിത്സകൾക്ക് പോകും. തന്നെ നമ്മൾക്ക് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ട ഈ രീതികളുണ്ട്, ചികിത്സിച്ച് പിന്നെ മാറാൻ സാധിക്കാവുന്നതാണെന്നുള്ളൊരു ബോധവൽക്കരണമാണ് ഏറ്റവും വേണ്ടത്. പക്ഷേ ഇവർ പല ആൾക്കാരും പല ചികിത്സാ പദ്ധതികൾക്ക് പോയിട്ട് മാറാൻ പറ്റാവുന്നത് പോലും മാറാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നു. അപ്പോൾ ഇത് സമൂഹം ഇപ്പോഴും മനസ്സിലാക്കില്ല. എന്നാൽ ഈവൻ പഠിച്ചവരും വിദ്യാഭ്യാസമുള്ള ആൾക്കാർ പോലും ചികിത്സ ഇപ്പോൾ കോളർ ഉണ്ടല്ലേ. അപ്പോൾ സമൂഹത്തിൽ ഇത് ഈ അവബോധം ഉണ്ടാവുന്ന വളരെ ആവശ്യമാണ്. കുട്ടികളിൽ വരുന്ന ക്യാൻസർ അതിനൊരു പ്രാമുഖ്യം കൊടുക്കണം. കുട്ടികൾ അത് നന്നായിട്ട് ചികിത്സിക്കണം. അത് ചികിത്സിച്ച് മാറാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ അവബോധം എല്ലാവരിലും ഉണ്ടാവണം. അത് പൊതുവെ കൂടി വരുന്നുണ്ട്, പക്ഷേ ഇനിയും കൂടണം. ഈ മുതിർന്നവരിലെ ക്യാൻസറും കുട്ടികളുടെ ക്യാൻസറും ചികിത്സിക്കുമ്പോൾ കുട്ടികളുടെ ക്യാൻസറിലും ചികിത്സയൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഫേസ് ചെയ്യുന്നത്? അപ്പോൾ ഈ ബുദ്ധിമുട്ട് തന്നെ ഏറ്റവും പ്രയാസം അവർ അനുഭവപ്പെടുന്ന തന്നെ അവരെ ഫാമിലിയിൽ ഉണ്ടാകുന്ന ഈ അവരെ ഡിപ്രഷൻ എന്നാണ്. അവരെ ബേസിക്കലി ഒരു ക്യാൻസർ ഡയഗ്നോസ് ആയി കഴിഞ്ഞാൽ, ഒരു ക്യാൻസർ നിർണ്ണയിച്ചു കഴിഞ്ഞാൽ മൊത്തം ഫാമിലിനെ ബാധിക്കണം. അപ്പോൾ ഫാമിലി തന്നെ അത് തുടർ ചികിത്സയ്ക്ക് പിന്നെ ഒരു അധികം ക്യാൻസർ, ഇപ്പോൾ ബ്ലഡ് ക്യാൻസറൊക്കെ ആണെങ്കിൽ തന്നെ 2.5-3 കൊല്ലം ചികിത്സ വേണ്ടി വരും. അപ്പോൾ നീണ്ട ചികിത്സ ആവശ്യമാണ്. അപ്പോൾ ഇതിന് ആവശ്യമുള്ളത് ഒരു സപ്പോർട്ടീവ് സിസ്റ്റമാണ് ശരിക്കും. അപ്പോൾ നമുക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ട്. അപ്പോൾ സോഷ്യൽ വർക്കർ ഉണ്ട്, കൗൺസിലേഴ്സ് ഉണ്ട്, ന്യൂട്രീഷനിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവരെ എല്ലാവരെയും സപ്പോർട്ട്, ഒരു സൊസൈറ്റിയുടെ മൊത്തം സപ്പോർട്ട് ആവശ്യമാണ്. ഒരു തുടർ ചികിത്സക്ക് ഒരു 2.5-3 കൊല്ലം ഒരു തുടർ ചികിത്സ ആവശ്യമാണ്. അപ്പോൾ അതുകൂടാതെ ഈ കീമോതെറാപ്പി ഉള്ള സമയത്ത് ഇവർ പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടും. അപ്പോൾ അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പിന്നെ കാര്യങ്ങൾ ഇവരെ പഠിപ്പിക്കുകയും, പലപ്പോഴും ഇവരെ പ്രതിരോധശക്തി വളരെ കുറവായിരിക്കും. അപ്പോൾ ആ പ്രതിരോധശക്തി പിന്നെ കുറവുള്ള സമയത്ത് പനി വരാം, പല അസുഖങ്ങൾ വരാം. അപ്പോൾ അതിനെങ്ങനെ നേരിടണം, പിന്നെ എന്തൊക്കെ ഭക്ഷണം കഴിക്കണം, എങ്ങനെ പിന്നെ കൂടുതൽ ആൾക്കാരായിട്ട് ഇടപഴകാതിരിക്കാം. അപ്പോൾ പല കാര്യങ്ങൾ ഇവർ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവരെ ബോധവൽക്കരണമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുകൊണ്ട് സപ്പോർട്ടീവ് കെയർ, അപ്പോൾ കീമോതെറാപ്പി കൂടാതെ സപ്പോർട്ടീവ് കെയർ സിസ്റ്റമും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടും സമന്വയിച്ചിട്ട് ഒരുമിച്ച് വന്നാലേ ഒരു ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഒരുമിച്ച് സഫലമാകുള്ളൂ. ഈ കുട്ടികളിലെ കീമോതെറാപ്പിക്ക് സൈഡ് എഫക്ട്സ് കൂടുതലാണെന്ന് പറഞ്ഞു, ശരിയാണ്? അല്ല, എല്ലാ കീമോതെറാപ്പിക്ക് അതിൻ്റെ എഫക്റ്റും സൈഡ് എഫക്റ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്.
ഏതൊരു മരുന്നിനും എഫക്റ്റും സൈഡ് എഫക്റ്റും ഉണ്ടാകും. പക്ഷേ സൈഡ് എഫക്റ്റ് ഏറ്റവും ലഘൂകരിക്കുകയും അതിനെ തരണം ചെയ്യുകയും അതാണ് ഇപ്പോഴത്തെ മോഡേൺ ചികിത്സ സമ്പ്രദായം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗവേഷണങ്ങൾ നടന്നുകൊടുക്കുക എങ്ങനെ സൈഡ് എഫക്റ്റുകൾ കുറയ്ക്കാം. ഇപ്പം മുടി കൊഴിച്ചിൽ അല്ലേ, കീമോതെറാപ്പി വരുമ്പോൾ എല്ലാവരും ഭയപ്പെടുന്ന സാധനമാണ് മുടി പോകും. പക്ഷേ ഈ കീമോതെറാപ്പി കഴിഞ്ഞ ഉടൻ തന്നെ പിന്നെ മുടി നന്നായിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്രതിരോധ ശക്തി കുറച്ച് കുറയും. പക്ഷെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ കറക്റ്റ് അതിൻ്റെ പിന്നെ ശുചിത്വം പാലിക്കുക, നല്ല ആഹാരം കഴിക്കുക, ജനക്കൂട്ടത്തിൽ പോവാതിരിക്കുക. അപ്പോൾ ഈ ആൾക്കാരായിട്ട് കൂടുതൽ ജനക്കൂട്ടമുള്ള സ്ഥലത്തേക്ക് ആൾക്കാർ കൂടുതൽ ഇടപഴകാതിരിക്കുക, വേവിച്ച ആഹാരം മാത്രം കഴിക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ കീമോതെറാപ്പി ഉള്ള സമയത്തൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ഫലം കിട്ടും. കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാനൊരു കോളേജില് പോളിടെക്നിക്കിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥയാണ്. ഇപ്പൊ എന്റെ ഹസ്ബൻഡ് 58 വയസ്സ് പ്രായമുണ്ട്. ഇപ്പൊ വയറിനകത്ത് ഈ മോശം പോകുന്ന ഭാഗത്തിന് കുറച്ച് മുകളിലായിട്ട് ഒരു രോസ് ഉണ്ട്. അപ്പൊ ക്യാൻസർ ആയിട്ടാണ് കണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങള് ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ കുറെ ചെക്കപ്പ് ഒക്കെ ചെയ്ത് എൻഡോസ്കോപ്പി ഒക്കെ ചെയ്ത് ഒരു കീമോ കൊടുത്തു. ഇപ്പൊ ഒരു കീമോ സൈക്കിൾ 5 ദിവസം ആക്കിയാണ് മെഡിക്കൽ കോളേജിലാണ് കൊടുത്തത്. റേഡിയോ തെറാപ്പിയില് കൊടുത്തത്. അപ്പോഴേ ഇതിപ്പോ അത് കഴിഞ്ഞ് ഇനി പറഞ്ഞിരിക്കുന്നത് മൂന്നാഴ്ച കഴിഞ്ഞ അടുത്ത സൈക്കിൾ എന്ന് പറഞ്ഞ് കിട്ടും. അപ്പൊ ഇനി ഇതിനകത്ത് ഒത്തിരി ദിവസവും ഉണ്ട്. എന്താ ഡോക്ടർ ഇതിനെ എങ്ങനെയാ ട്രീറ്റ്മെന്റിനെ കുറിച്ച് ഞങ്ങൾ റേഡിയോതെറാപ്പിക്ക് ശേഷമുള്ള ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ്. ഇതിപ്പോ മെഡിക്കൽ കോളേജിൽ തന്നെ ചെയ്താൽ റേഡിയോതെറാപ്പിയിൽ തന്നെ ചെയ്താൽ മതിയോ, RCCയിലേക്ക് പോകണോ? ഇല്ല, ഇവിടെ നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇതിന് സൗകര്യങ്ങളുണ്ട്. അപ്പോൾ വേറെ പല സ്ഥലത്തും പോകേണ്ട ആവശ്യമില്ല. റീജിയൻ ഇപ്പോൾ നമ്മളുടെ ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റേഡിയോതെറാപ്പി ഉണ്ട്, നല്ല സജ്ജീകരണങ്ങളാണുള്ളത്. അപ്പോൾ അത് ഇവിടെ തന്നെ ചികിത്സ നടത്തിയാൽ മതി, വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ചികിത്സയ്ക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ്. എന്തൊക്കെയാണ് മറ്റു ബുദ്ധിമുട്ടുകൾ? ഇപ്പോൾ നമ്മൾ ഈ ഒരു പേഷ്യൻസ് നേരിടുന്ന വേറെ ബുദ്ധിമുട്ടെന്ന് അവരുടെ കുടുംബം നേരിടുന്ന വേറെ ബുദ്ധിമുട്ടെന്ന് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിന് ഗവൺമെൻറ് പല പദ്ധതികളുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് വളരെ നന്നായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ക്യാൻസർ സുരക്ഷാ പദ്ധതികളും പിന്നെ കാരുണ്യ ബെനവലൻറ്റ് സ്കീംസ്. അപ്പോൾ ഇത് സമൂഹത്തിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. എന്നാൽ ഗവൺമെൻറ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് ഇങ്ങനെ പല സ്കീംസും ഇപ്പോൾ ചികിത്സയിലായാലും അതിൻ്റെ ടെസ്റ്റുകൾക്ക് വേണ്ടിയായാലും ഇത് മൊത്തം ചികിത്സ ഫ്രീ ആണ്. എസ്പെഷ്യലി കുട്ടികൾക്ക് വരുന്ന 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ക്യാൻസർ സുരക്ഷാ പദ്ധതി ഉണ്ട്. വലിയ ബൃഹത്തായ പദ്ധതിയാണത്. ഇപ്പോൾ ഒരു പൈസ പോലും പേഷ്യൻസിന് പിന്നെ അവർ ചിലവാക്കേണ്ട ആവശ്യമില്ല ഫോർ കീമോതെറാപ്പി ഇൻവെസ്റ്റിഗേഷൻസ്. അപ്പോൾ ഇത് ജനങ്ങളിൽ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഇതുകൂടാതെ പല NGOസും ഇപ്പോൾ ഞങ്ങൾക്ക് അവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പല NGOസും വർക്ക് ചെയ്യുന്നുണ്ട്. അതിലൊരു കെയറിംഗ് ഫോർ ചൈൽഡ്ഹുഡ് ക്യാൻസർ ആൻഡ് ക്രോണിക് ഇൽനെസ് എന്ന NGO. അപ്പോൾ അവരെ ബാക്കി മറ്റ് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും ഇപ്പോൾ പോയി വരാനുള്ള ചിലവ്, അടുത്ത് താമസിക്കണമെങ്കിൽ അതിൻ്റെ ചിലവ്, അതൊക്കെ ഈ NGO നിറവേറ്റുന്നു. അപ്പോൾ പല NGOസും ഇതിൻ്റെ നമ്മളുടെ കൂട്ടായ്മയുടെ ഭാഗമാണ്. അപ്പോൾ ഇത് ഒരു നേരത്തെ പറഞ്ഞ പോലെ ഐ ക്യാൻ ആൻഡ് വി ക്യാൻ. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചാലേ ഒരു സമൂഹം മൊത്തം ഒരുമിച്ച് പ്രവർത്തിച്ചാലേ ഈ ക്യാൻസറിനെ പിന്നെ ജയിക്കാൻ പറ്റുള്ളൂ. ഈ ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റിന് ശേഷം ഇതിനുശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കുട്ടികളിൽ? ക്യാൻസർ ചികിത്സ ഇപ്പോൾ നീണ്ട ചികിത്സയാണ് ഏറ്റവും. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് ചികിത്സയ്ക്ക് വരിക, അതാണ് ഏറ്റവും പ്രധാനം. പിന്നെ ക്യാൻസർ ചികിത്സ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് പുനഃപരിശോധന ആവശ്യമാണ്. എന്നാൽ ഒരു കറക്റ്റ് സമയത്ത് ഫോളോ അപ്പ്, പുനഃപരിശോധന കറക്റ്റ് സമയത്ത് വരിക. അതിപ്പോൾ ബ്ലഡ് ക്യാൻസർ ഒക്കെ ആണെങ്കിൽ ആദ്യത്തെ ഒരു 5 കൊല്ലം ചികിത്സ കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു 5 കൊല്ലം, ആദ്യത്തെ എല്ലാ കൊല്ലവും ഓരോ മാസവും, പിന്നെ 2 കൊല്ലം കൂടുമ്പോൾ, രണ്ടാമത്തെ കൊല്ലം 3 മാസം കൂടുമ്പോഴോ, അങ്ങനെയൊക്കെ കറക്റ്റ് സമയത്ത് പുനഃപരിശോധനയ്ക്ക് വരേണ്ടതാണ്. എന്നാൽ ഈ ക്യാൻസർ ചികിത്സ കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 6 മാസം വരെ പ്രതിരോധ ശക്തി കുറച്ച് കുറയും. അപ്പോൾ അതുവരെ നമ്മൾ ക്യാൻസർ കീമോതെറാപ്പിയിൽ നമ്മൾ പിന്നെ അവലംബിച്ച അതേ കാര്യങ്ങൾ തന്നെ ആദ്യത്തെ ഒരു 6 മാസം ചികിത്സിക്കേണ്ടതാണ്. പിന്നെ ഇവർ ഈ പ്രതിരോധ ശക്തി കുറവുള്ള സമയത്ത് കുത്തിവയ്പ്പുകളൊന്നും കഴിയുന്നതും
നേരത്തെ കോളർ വിളിച്ച പോലെ ഈ ലൈവ് വാക്സിൻസ് കഴിയുന്നത് കൊടുക്കാതിരിക്കുക. പിന്നെ ക്യാൻസർ ചികിത്സ കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞാൽ പിന്നെ ഏത് വാക്സിനുകളും കൊടുക്കാൻ പറ്റാവുന്നതാണ്. ഈ 6 മാസത്തിന് പറഞ്ഞു പറഞ്ഞു അല്ല, ഈ 6 മാസത്തിന് ശേഷം കുട്ടികൾ ശ്രദ്ധിക്കണം. പലപ്പോഴും ഈ അസുഖം തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അതാണ് ഈ 6 മാസം കഴിഞ്ഞാൽ ഏത് ഞങ്ങളുടെ ഈ ചികിത്സാ സമ്പ്രദായം തന്നെ ഒരു ക്യാൻസർ കീമോതെറാപ്പി, എസ്പെഷ്യലി ഫോർ ബ്ലഡ് ക്യാൻസർ ഒക്കെ ആണെങ്കിൽ 2.5-3 കൊല്ലം നീണ്ടു നിൽക്കുന്ന സമ്പ്രദായമാണ്. അപ്പോൾ അതിലത്തെ 6 മാസം വളരെ തീവ്രമായിട്ടുള്ള ചികിത്സാ പദ്ധതിയാണ്. 6 മാസം കഴിഞ്ഞ് ഇവരെ കുട്ടികളെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ സ്കൂളിലേക്ക് വിടുന്നു. അപ്പോൾ അവർ സ്കൂൾ വിദ്യാഭ്യാസം പിന്നെ പൂർത്തീകരിക്കാൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ ചികിത്സയിലുള്ള സമയത്ത് തന്നെ നമ്മൾ കുട്ടികളെ അവിടെ നിന്ന് പഠിപ്പിക്കുന്നുണ്ട്. എവിടെ വാർഡ് തന്നെ കുട്ടികളെ അവരെ നോൺ ഫോമൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നു, ടീച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ അപ്പോൾ സ്കൂൾ ഏതൊരു കുട്ടിയെ പോലെ ചികിത്സ കഴിഞ്ഞാൽ ഏതൊരു കുട്ടിയെ പോലെ സ്കൂളിൽ പോകാം, അവർ ഏത് കായിക വിനോദങ്ങളിൽ ഏർപ്പെടാം, നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഇതൊക്കെ സാധാരണ രീതിയിൽ തന്നെ അവർ സമൂഹത്തിൽ ഇടപെടാം. ചികിത്സ പിന്നീട് തിരിച്ചു വരാതിരിക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും. അപ്പോൾ ഇവർ വളരെ അപൂർവമാണ് പിന്നെ അസുഖം തിരിച്ചു വരുന്നത്. ഒരു 10% താഴെയാണ് ചാൻസ് അസുഖം തിരിച്ചു വരുന്നത് എസ്പെഷ്യലി. പക്ഷേ ഇത് ഇതിൽ ഏറ്റവും പ്രാധാന്യം നമ്മളായിട്ട് ഒരു തിരിച്ചു വരാൻ ഇടവരുത്തരുത്. എന്നാൽ നമ്മളുടെ ചികിത്സ കറക്റ്റായിട്ട് വരാതിരിക്കുകയോ. അപ്പോൾ നമ്മൾ ഏതൊരു ക്യാൻസറിനും ഒരു ചികിത്സ പ്രോട്ടോക്കോൾ ഉണ്ട്, കീമോതെറാപ്പി പ്രോട്ടോക്കോൾസ് ഉണ്ട്. ഇന്ന സമയത്ത് ഇന്ന ചെയ്യാം. അപ്പോൾ നേരത്തെ കോളർ പറഞ്ഞ പോലെ കറക്റ്റ് സമയത്ത് വരിക. അപ്പോൾ നമ്മളായിട്ട് ഇത് മുടങ്ങി പോവുക, അങ്ങനെയാണെങ്കിൽ ക്യാൻസർ തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ക്യാൻസർ ദിനത്തിൽ ഡോക്ടർക്ക് നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ള സന്ദേശം എന്താണ്? ഇപ്പോൾ സന്ദേശം തന്നെയാണ് ഐ ക്യാൻ ആൻഡ് വി ക്യാൻ. അത് എന്നാൽ നമ്മൾ ക്യാൻസർ കുട്ടികളിൽ വരുന്ന ക്യാൻസർ പലതും ചികിത്സിച്ച് മാറാൻ സാധിക്കാവുന്നതാണ്. എന്നാൽ 90% കുട്ടികളിലും ക്യാൻസർ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്നതാണ്. അത് സമൂഹത്തിൽ അറിഞ്ഞിരിക്കണം. ഇതാണ് അടിവരട്ട് പറയേണ്ടത്. എന്നാൽ സമൂഹത്തിൽ ഈ ബോധം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികളിൽ വരുന്ന ക്യാൻസർ തന്നെ വളരെ നന്നായിട്ട് എല്ലാവരും ഒരുമിച്ച് സംയുക്തമായിട്ട് ചികിത്സിക്കേണ്ടതാണ്. ഓക്കെ ഡോക്ടർ, സമയോടെ പൂർണ്ണമായി ഈ കുട്ടികളിലെ ക്യാൻസർ ചികിത്സയെക്കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നതിന് നന്ദി. താങ്ക് യു.